ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് വൈറ്റ് കോറ കോട്ടൺ ഫാബ്രിക്കിൽ ചെയ്ത ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. ഇതിൻ്റെ കസ്റ്റമർ ഫോട്ടോസൊക്കെ നമ്മൾ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇതിൽ നമ്മൾ മെഷർമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു 4 ലെയർ 2 ഫോൾഡഡ് ആയിട്ടുള്ള നമ്മൾ ലൈനിങ് ഒറ്റ പീസായിട്ടാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ബാക്കിൽ 4 ലെയറിൽ ഫസ്റ്റ് പോർഷൻ നമ്മൾ ചെസ്റ്റ് പോർഷനിൽ എടുത്തിരിക്കുന്നത്. അതിന് താഴത്തോട്ട് ഫുള്ള് ഫ്രില്ലായിട്ടുള്ള 3 ലെയർ ഫ്രോക്കാണ് നമ്മൾ ചെയ്യുന്നത്. മടക്കി തയ്ക്കുന്നുണ്ട്. ഈ ഫ്രോക്കിൽ നമ്മൾ 4 to 5 ലെയർ ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു 2 ഇഞ്ചസ് ആഡ് ചെയ്തിരിക്കുന്നത് സിബ് വെക്കുന്നതാണെങ്കിൽ സിബ് വെക്കാനും കൂടി വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ ഒരു ചെറിയ ഹുക്കാണ് അതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ 1 ഇഞ്ചസ് ഡെപ്തും 2.5 ഇഞ്ചസ് ഡെപ്തുള്ള ഫ്രണ്ട് ആൻഡ് ബാക്ക് നെക്ക് മാർക്ക് ചെയ്തിട്ട് റൗണ്ടാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ റൗണ്ട് നെക്ക്, പെർഫെക്റ്റ് റൗണ്ട് നെക്കിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മളിത് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്ക് പീസും ഒരുമിച്ച് വെച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മളൊരു ഷോൾഡർ ഒരു 2.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെസ്റ്റ് ലൈന് നമ്മളൊരു 5.5 ഇഞ്ചസാണ് എടുക്കുന്നത്. ഇത് കസ്റ്റമറിൻ്റെ മെഷർമെൻറ്റ്സ് ആയതുകൊണ്ട് ഇതൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് അല്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുക്കണം.
നമ്മൾ ക്രോസ് പീസ് വെച്ച് നെക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ബാക്കിൽ 2 ഇഞ്ചസ് കൊടുത്തത് മടക്കി തേച്ചിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ലെയേഴ്സ് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ ആ ചെസ്റ്റ് പോർഷനിൽ നമ്മൾ ലൈനിങ് കൊടുക്കുന്നില്ല. താഴത്തുള്ള പോർഷൻസിൽ മാത്രമാണ് നമ്മൾ ലൈനിങ് കൊടുക്കുന്നത്. നമ്മൾ ചെറിയ പ്ലീറ്റ്സ് വെച്ച് ആ പോർഷൻ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ലൈനിങ് പോർഷൻ അറ്റാച്ച് ചെയ്ത് പതിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു പോർഷനിലേക്ക് നമ്മുടെ ലെയേഴ്സ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്റ്റിച്ചിങ് ചെയ്ത പോർഷൻസ് ഒന്നും കുഞ്ഞുങ്ങളുടെ മേത്തെത്തത്തില്ല. ലൈനിങ്ങിൻ്റെയും ലെയറിൻ്റെയും ഇടയിലായിരിക്കും ഈ സ്റ്റിച്ചിങ് ചെയ്ത പോർഷൻ ഉണ്ടാവുക. നമ്മളിതിലൊരു ബട്ടർഫ്ലൈ സ്ലീവ്സാണ് ചെയ്യുന്നത്. അത് ബിഗിനേഴ്സിന് വേണ്ടി നമ്മളതൊരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക. അതിൻ്റെ ഒരു ക്ലിപ്പ് നമ്മുടെ അടുത്ത് നിന്ന് മിസ്സായതുകൊണ്ടാണ്. നമ്മൾ എടുക്കുന്ന ഫാബ്രിക് ആം ഹോളിനേക്കാളും ഒരു 5-6 ഇഞ്ച് ലെങ്ത്ത് കൂട്ടിയെടുക്കുക. എന്നിട്ട് പ്ലീറ്റ്സ് വെച്ച് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ക്രോസ് പീസ് വെച്ച് നമ്മളത് മടക്കി തേച്ചെടുക്കും. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.